കരയിൽ ടോൾ നിരോധനം തുടരും. ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയില്ല. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണികൃഷ്ണൻ, എന്തായാലും പാലിയേക്കരയിലെ ടോൾ നിരോധനം തുടരുമെന്ന് തന്നെയാണ്. ടോൾ പിരിവ് വിലക്കിയ ഉത്തരവിന് ഹൈക്കോടതി ഇതുവരെയും സ്റ്റേ നൽകിയിട്ടില്ല. ഇത്തരത്തിൽ എന്തായാലും ടോൾ പിരിക്കേണ്ട ജനങ്ങളിൽ നിന്ന് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി ഇത്തവണ നിരീക്ഷിച്ചത്? മറ്റു വിശദാംശങ്ങൾ. പ്രധാനമായൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ടോൾ നിരോധനം 2 ദിവസത്തെ കൂടി നീട്ടി എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യം. ഹർജി ഇനി ആ കേസിന് പരിഗണിക്കുക വ്യാഴാഴ്ചയാണ്. എന്തായാലും പ്രശ്നങ്ങളെ നിസ്സാരമായി എടുക്കരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. കൂടാതെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, അതായത് ഈ തൽസ്ഥിതി റിപ്പോർട്ട്, നിലവിലെ പണി എങ്ങനെയാണ് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള റിപ്പോർട്ട് അത് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് അപൂർണമാണ് എന്നാണ്, പൂർണ്ണമല്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ കേസ് 2 ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സ്ഥിതി തുടരും, ടോൾ നിരോധനം തുടരുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ ഗതാഗത പ്രശ്നം ഭാഗികമായി പരിഹരിച്ചുവെന്നാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. പ്രശ്നങ്ങളുണ്ടായ 18 ഇടങ്ങൾ പരിശോധിച്ചുവെന്നും 13 ഇടങ്ങളിലെ പ്രതിസന്ധി പരിഹരിച്ചുവെന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം. കൂടാതെ ബാക്കിയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയെന്നാണ് പറഞ്ഞത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ നിർണായകമായ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും 2 ദിവസം കൂടി ടോൾ നിരോധനം തുടരും. അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ചയാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് അപൂർണമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം. കൂടാതെ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുത്, ജനങ്ങളുടെ പ്രശ്നമാണെന്നൊരു കാര്യമാണ്, അതിന് നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതുല്യ. ശരി ഉണ്ണി, ടോൾ പിരിവിന് പാലിയേക്കരയിലെ ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയില്ല. ടോൾ നിരോധിച്ച ആ ഒരു ഉത്തരവ് അങ്ങനെ തന്നെ തുടരും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.